ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത് ബാക്ക് സ്റ്റിച്ചിൻ്റെ വേരിയേഷൻസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് സ്റ്റെം സ്റ്റിച്ചാണ്. അപ്പോൾ ഇന്ന് വരുന്നത് ബാക്ക് സ്റ്റിച്ചാണ് കേട്ടോ. അപ്പം വേരിയേഷൻസ് എന്ന് പറയുമ്പം എല്ലാ സ്റ്റിച്ചിൻ്റെയും ബേസ് വരുന്നത് ബാക്ക് സ്റ്റിച്ച്, നോർമൽ ബാക്ക് സ്റ്റിച്ചാണ്. അപ്പോൾ ഞാൻ ബേസായിട്ട് കൊടുത്തിട്ടുള്ളതും അത് തന്നെയാണ് കേട്ടോ. അപ്പം നമ്മളിന്ന് പഠിക്കുന്ന 4 സ്റ്റിച്ചാണ്. ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന 4 സ്റ്റിച്ചുകളാണ്. എല്ലാത്തിലും ബാക്ക് സ്റ്റിച്ച് ബേസായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റത്തെ സ്റ്റിച്ച് ഞാൻ നോർമൽ ബേസ് സ്റ്റിച്ച് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ബാക്ക് സ്റ്റിച്ച് എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. നോർമൽ ബാക്ക് സ്റ്റിച്ച് തന്നെയാണ് വരുന്നത്. സെക്കൻഡ് വൺ വരുന്നത് വിപ്ഡ് ബാക്ക് സ്റ്റിച്ചാണ്. ഈ വിപ്ഡ് സ്റ്റിച്ച് നമ്മൾ എല്ലാത്തിലും പഠിച്ചിട്ടുണ്ട്. ഇതും ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഒന്ന് നമുക്ക് ബേസായിട്ട് ബാക്ക് സ്റ്റിച്ച് കൊടുക്കാം. വേറൊരു കളർ ത്രെഡ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഓരോ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ ജസ്റ്റ് ഒന്ന് കോർത്തെടുക്കുക ചെയ്യുന്നത്. ഇങ്ങനെയാണ് വിബ്ഡ് ബാക്ക് സ്റ്റിച്ച് വരുന്നത്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ചെയ്യുന്ന സ്റ്റിച്ചുകൾ തന്നെയാണ്. അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവന് നെക്സ്റ്റ് വരുന്നത് സ്റ്റിച്ച് എന്ന് പറയുന്നത് ത്രെഡഡ് ബാക്ക് സ്റ്റിച്ചാണ്. ഇതിലും നമ്മൾ ബേസായിട്ട് കൊടുത്തിട്ടുള്ളത് നോർമൽ ബാക്ക് സ്റ്റിച്ച് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേറൊരു കളർ ത്രെഡ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഓരോ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കോർത്ത് എടുക്കുക ചെയ്യുന്നത്. ഫസ്റ്റ് ഒരു സ്റ്റിച്ചിൻ്റെ താഴെ കൂടെ മുകളിലൂടെ അങ്ങനെ ഒരു കേവായിട്ട് ആ ഒരു ടൈപ്പിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് കേട്ടോ.
നമ്മളത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ലാസ്റ്റ് സ്റ്റിച്ച് നോക്കാം. ഇത് വരുന്നത് ഇൻ്റർലേസ്ഡ് ബാക്ക് സ്റ്റിച്ചാണ്. ഇതൊരു ചൈനീസ് സ്റ്റിച്ചാണെന്നൊക്കെയാണ് പറയുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേരും കൂടി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2 പേര് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഇൻ്റർലേസ്ഡ് ബാക്ക് സ്റ്റിച്ചും ബക്കനി സ്റ്റിച്ചും. അപ്പോൾ 2 സ്റ്റിച്ച് പറയുമ്പോൾ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നോർമലി ഇൻ്റർലേസ്ഡ് ബാക്ക് സ്റ്റിച്ച് എന്നുള്ള പേരിലാണ് ഞാനൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പേരും കൂടി ഉണ്ടെന്നാണ് പിന്നീട് ഞാൻ അറിഞ്ഞത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 2 പേരും ഈ സ്റ്റിച്ചിന് 2 പേര് ഞാനിതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഒരു ഡൗട്ട് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ബേസായിട്ട് നോർമൽ നമ്മൾ ബാക്ക് സ്റ്റിച്ച് തന്നെ കൊടുക്കുക. പിന്നെ ഞാൻ ഇതിൽ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഓരോ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ കോർത്ത് കണക്ട് ചെയ്തിട്ട് നമ്മളിത് കംപ്ലീറ്റ് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. സ്റ്റിച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഈ 4 സ്റ്റിച്ചാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 4 സ്റ്റിച്ചും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതുപോലെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്ന് ഒന്ന് ചെയ്ത് നോക്കാം, ചെയ്ത് പഠിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.